ഇറാനിനുള്ളിൽ അമേരിക്കയും ഇസ്രയേലും ഒരു ശക്തമായ ആക്രമണത്തിനുള്ള പദ്ധതി തയ്യാറാക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ IRGC പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ വലിയൊരു കരയാക്രമണം ആകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇറാനിലുള്ള ലക്ഷ്യങ്ങൾ നേടാൻ കരയുദ്ധമല്ലാത്ത മറ്റൊരു മാർഗമില്ല എന്ന് ഇപ്പോൾ എല്ലാ സൈനിക വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു നീക്കം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നീക്കത്തെ ചെറുക്കാനുള്ള ശക്തമായ സൈനിക അഭ്യാസമാണ് നടക്കുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഇത് ബ്ലാക്ക് ഹോക്ക് എന്നറിയപ്പെടുന്ന അമേരിക്കയും ഇസ്രയേലും ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി സൈനികരെ വളരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങളിൽ എത്തിക്കുക എന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കം നടന്നാൽ അതിനെ തകർക്കാനുള്ള FPV ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണത്തിന്റെ പരിശീലനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുക്രൈനിലാണെങ്കിലും ഇസ്രയേലിനെതിരെ ലെബനനിലെ ഹിസ്ബുള്ള അടക്കം ഉപയോഗിച്ച് വിജയിച്ച ഒരു നീക്കമാണ് FPV ഡ്രോൺ കൊണ്ടുള്ള ആക്രമണം. എന്തായിരുന്നാലും യുദ്ധത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ വില്ലനായി മാറിയിരിക്കുന്നത് FPV ഡ്രോണുകൾ തന്നെയാണ്. കാരണം ഞാൻ മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ അതിൽ നിന്ന് റേഡിയോ സിഗ്നലുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കണ്ടെത്താൻ സാധിക്കുകയില്ല. അതേസമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ HD ക്വാളിറ്റിയിൽ 4K ക്വാളിറ്റിയിൽ മുൻഭാഗം ശരിക്കും കാണാനും അതനുസരിച്ച് ലക്ഷ്യങ്ങളെ ക്രമീകരിക്കാനും ലക്ഷ്യത്തിലേക്ക് ഈ ഡ്രോണുകൾ എത്തിക്കാനും സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ്. എന്നാൽ ഈ പരിശീലനത്തിനിടയിൽ ഇറാൻ കഴിഞ്ഞ ദിവസമാണ് ഇറാഖിൽ രഹസ്യമായി ഇസ്രയേൽ ഒരു സൈനിക താവളം ഉണ്ടാക്കിയിരുന്നു. വിജനമായ മരുഭൂമിയിൽ ഒരു താവളം ഉണ്ടാക്കിയെന്ന വാർത്ത വന്നിരുന്നു. എന്നാൽ ഇറാഖിന്റെ ഗവൺമെന്റ് ഇന്ന് അത് നിഷേധിച്ചിരിക്കുകയാണ്. കാരണം ഇറാഖിന്റെ സൈനികർ നജഫിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പത്രക്കാരെ വരെ ചേർത്തുകൊണ്ട് അവരെയും കൂട്ടി ആ ഭാഗങ്ങളെല്ലാം സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയൊന്നും അങ്ങനെ ഒരു സൈനിക കേന്ദ്രം ഉണ്ടായതായ യാതൊരു വിവരങ്ങളും ഇല്ല എന്നാണ് ഇപ്പോൾ ഇറാഖ് പറയുന്നത്. അതേസമയത്ത് ഇറാഖും ഇറാനും ചേർന്ന് അത്തരത്തിലുള്ള ഏതൊരു നീക്കമുണ്ടായാലും അതിനെ ശക്തമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള പരിശീലനങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ നേരെയുള്ള ഈ ആക്രമണങ്ങൾ കൃത്യമായും അത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, പെട്ടെന്നുള്ള സൈനിക ഓപ്പറേഷൻ, ഇത്തരം കാര്യങ്ങളെ തടയാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് നടത്തുന്നത്. പ്രത്യേകമായി നമുക്ക് ആ ഒരു ചിത്രം വെച്ച് അതിന് നേരെ ആക്രമണം നടത്തുന്നതിലൂടെ ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. FPV ഡ്രോണുകൾ ഹെലികോപ്റ്റർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ആക്രമിക്കുക എന്നതല്ല. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് സൈനികരെ ഇറക്കാൻ അടിയന്തരമായി ലാൻഡ് ചെയ്താൽ ഉടനെ അതിനെ തകർത്ത് കളയാൻ, അല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ എവിടെയെങ്കിലും ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തകർക്കുക. ആ തകർത്തു കഴിഞ്ഞാൽ അവിടെയുള്ള സൈനികർക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് സൈനികരെ പിടികൂടുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് ഈ ആക്രമണത്തിൽ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആയുധങ്ങളെല്ലാം പ്രത്യേകമായി ഒരു സൈന്യം എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് ഇതെല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. എന്തായിരുന്നാലും ഡ്രോണുകൾ തന്നെയാണ് ആക്രമണങ്ങളിലെ അല്ലെങ്കിൽ യുദ്ധങ്ങളിലെ ഇന്നത്തെ ഏറ്റവും വലിയ താരം.